ഞാൻ നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഒരു 3 പെട്ടിയോളം എൻ്റെ കയ്യിലുണ്ടാവും. ആദ്യം ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പൊട്ടിച്ചു പോയി. അത് കഴിഞ്ഞ ശേഷമാണ് ഇതെന്താ വീഡിയോ എടുത്താൽ എന്ന് തോന്നിയത്. അപ്പോഴേക്കും ഇങ്ങനെ പൊട്ടിച്ചത് കൊണ്ട് ഇത് മാത്രം ഇങ്ങനെ ആയിപ്പോയി. ഫസ്റ്റത്തെ ചട്ടിയായിരുന്നു, നല്ല പാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ മൺചട്ടി പൊട്ടാതിരുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് അച്ചാറും അങ്ങനെ ഇങ്ങനെ സാധനങ്ങളായിരുന്നു. ഇത് കടുക്, ഇത് വന്നിട്ട് അച്ചാർ പൊടി, ഇത് വന്നിട്ട് സാമ്പാർ പൊടി, ഇതും സാമ്പാർ പൊടി, ഇത് സാമ്പാർ പൊടി, ഇത് വന്നിട്ട് കടുക്. ലുലുന്ന് വാങ്ങിയ പാത്രമാണ്, അതിൽ നമുക്ക് കക്കറിച്ചിട്ടുന്നതാണ്. ഇത് വന്നിട്ട് അച്ചാർ തന്നെയാണ്. ലീക്കായിട്ടുണ്ട്, പക്ഷേ അപ്പം നന്നായിട്ട് കവർ ചെയ്തതുകൊണ്ട് പോയിട്ടില്ല. നമ്മുടെ പട്ടയുടെ ഒരിത്, അത് 2 തന്നെ ഉണ്ട്, എല്ലാം കൂടിയുള്ളത്. പിന്നെ ജീരകം, പിന്നെ ഇത് ഫുള്ളും അച്ചാറുകളാണ് കേട്ടോ. ഇത് എന്തൊക്കെ അച്ചാറാണെന്നറിയില്ല, അത് ഞങ്ങൾ വാങ്ങിയ അച്ചാറുകൾ. പിന്നെ ഇത് വന്നിട്ട് ഞാനിങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് രസം, ചിരട്ടയിടുക, അതിൻ്റെ തന്നെ അടപ്പ് വേണ്ടോ. പിന്നെ ഇത് വന്നിട്ട് വീട്ടിലുണ്ടായ കുമ്പളമാണ്, അമ്മച്ചിയുടെ കൃഷി സ്ഥലത്തെ കുമ്പളമാണ്. അത് ഇതിലുള്ള എന്തുവാന്ന് നോക്കട്ടെ. അനിയൻ വാങ്ങിത്തന്താ, അവർ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിത്തന്താ, അവിടെ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ വാങ്ങിയതാണ്. നല്ല രസമുണ്ടല്ലേ. ഇത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാനൊരു സോപ്പ് പൊട്ടി വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. പിന്നെ അപ്പച്ചട്ടിയുടെ പാർട്സായിട്ട് വെച്ചേക്കുന്നത് കുഞ്ഞൊരു അപ്പച്ചട്ടി വാങ്ങിയതാണ്, അതിൻ്റെ ഇത്. പിന്നെ കായപ്പൊടി വലുത്. ഇതൊക്കെ ഒരു വേണ്ടി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കാം. ഇത് ഉണക്കച്ചെമ്മീനായിരുന്നു, കിള്ളിയതായിട്ട് ഈ ഉണക്കച്ചെമ്മീൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളെടുത്തതിൽ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ വേണ്ട മാങ്ങ. പിന്നെ ഞാനൊരു ഭംഗിക്ക് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കിളുക്കൂട്. ഇത് വീട്ടിൽ ഇത് വെക്കിയിട്ട് നല്ല രസമാവല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയത്. ഇത് വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയൊരു ബെല്ലാണ്. ഇത് വന്നിട്ട് ബെല്ലല്ല, എവിടെ എന്താ ബാക്കിയതാണ്. ഇത് നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞ് വാങ്ങിയതാണ്. ഇതൊക്കെ മൂന്നാറിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു 3 സംഭവം മൂന്നാറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതായിരുന്നു ബെല്ല്. വാങ്ങിയപ്പോൾ തന്നെ അവർ പാക്ക് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സംഭവമാണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ, ക്യൂട്ടായിട്ടില്ലേ. ഇത് വന്നിട്ടൊരു കത്തിയാണ് കേട്ടോ. സത്യത്തിൽ ഈ കത്തി ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയപ്പം ഈ കത്തി ഞാൻ അവിടെ നിന്ന് ഓപ്പണും കൂടി ചെയ്യാണ്ട് വാങ്ങിയതാണ്. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു, നമുക്ക് ഉപയോഗിച്ച് നോക്കാം കത്തി. പിന്നെ ഇത് ഒരു ഹോം മെയ്ഡ് സോപ്പ്. ഇത് വന്നിട്ടൊരു പെർഫ്യൂമാണ്, എൻ്റെ അനിയൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പെർഫ്യൂമാണ് കേട്ടോ. അതെ, ഉള്ളി എവിടുന്നോ പോയി ഒരു ഉള്ളി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിയതാണ്. എന്തൊട്ടാണ്, ആലോവേര ഫേസ് പാക്ക്. ഇത് വന്നിട്ട് ഒരു ഫേവറേറ്റ് സാധനമാണിത്. കണ്ടോ, ബുദ്ധ നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയതല്ല, ഇങ്ങോട്ടേക്ക് തന്നെ വാങ്ങിയതാണ്. നല്ല രസമില്ല കാണാനായിട്ട്. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. വേണ്ട, ഇത് ചൂടുള്ളപ്പോൾ പൊട്ടാതിരിക്കാനായിട്ട് കടലാസുകൾ കയറ്റി വെച്ചതാട്ടോ പാവം. ഇങ്ങനെയാണ് വെച്ചാൽ നല്ല രസമുണ്ടല്ലോ, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു കുഞ്ഞു മിക്സി ആയിരുന്നു കേട്ടോ. ഇത് നോക്കട്ടെ, വലിയ മിക്സിയൊക്കെ വാങ്ങിയാൽ കൊണ്ടുവരാൻ പാടായിരിക്കില്ലേ, അതുകൊണ്ട് ഞാനിത് കുഞ്ഞിത് വാങ്ങിയത്. പിന്നെ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വെച്ചാലും ഭയങ്കര റേറ്റും ആയിരിക്കുമല്ലോ. ഇത് വന്നിട്ട് ഗ്രോ ബാഗുകളാണ്, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്, വേറെ ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഒരു ഡോവിൻ്റെ ഒരു സോപ്പ്. ഞാൻ വാഴയില വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് എന്തോ ലീക്കായി ഒഴുകിയിട്ടുണ്ട്. അത് വേണ്ട, ലീക്കായി ഒഴുകിയത് വേറെ ഒന്നല്ല, കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷനായിരുന്നു. ഇതെല്ലാം മെഡിസിൻസാണ്, ഇവിടെ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നത്. ഒരു കൂമ്പാരം മെഡിസിൻസ് കാണാനായിരിക്കും.
ഇതൊരു മാസത്തേക്കുള്ളതാണ് കേട്ടോ, ഒരു വർഷത്തേക്കുള്ളതല്ല. ആരും തെറ്റിയിരിക്കേണ്ട, ഒരു മാസത്തേക്കുള്ളതാണ്. ഓക്കെ, ഒരു മാസത്തെയാണ്, ഒരു വർഷത്തെയല്ല. ഇതും പൊട്ടിയിട്ടില്ല കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് അപ്പച്ചൻ തന്നെ പാക്ക് ചെയ്തത്. അപ്പച്ചൻ എടുത്തു പറയേണ്ട കാര്യമാണ്, അപ്പച്ചൻ പാക്ക് ചെയ്ത ഒരു സാധനം പൊട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ മണ്ണിൻ്റെയൊക്കെ സാധനങ്ങൾ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്താൽ മതി കേട്ടോ, പൊട്ടില്ല. വേണ്ട. ഇത് അമ്മച്ചി ഉണ്ടാക്കി. ഇത് പ്രത്യേകം പറയേണ്ട കാര്യം, ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്ന സോപ്പുകൾ അമ്മ ഉണ്ടാക്കിയ സോപ്പുകളാട്ടാ. അമ്മച്ചി വീട്ടിലുണ്ടാക്കി തന്നതാണ്, ഹോം മെയ്ഡ് സോപ്പ്. കണ്ടോ, 3 വെച്ച് ഉണ്ടാക്കി തന്നായിരുന്നു സോപ്പ്. അപ്പോൾ അതൊന്നും കൂട്ടി വെച്ചു. അതുകൊണ്ടാണ് ഈ സോപ്പിന് കവറിലാണ്ട് കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് എന്താ അമ്മച്ചി ഉണ്ടാക്കിയതായതുകൊണ്ട്. ഇത് ഇതെനിക്ക് തോന്നുന്നത് എൻ്റെ തന്നെ ആയിരിക്കാം. ഇത് മറ്റേ ചിരട്ട കത്തിച്ചതാണ് കേട്ടോ. അത് ഇവിടെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ സെറ്റ് ചെയ്ത് തന്നു. ഇത് മറ്റേ ചിരട്ട കത്തിച്ചതും പിന്നെ പൊതിമടൽ തന്നു വിട്ടത്. ഇവിടെ വിറക് കിട്ടാൻ പാടാണല്ലോ. അപ്പം ഇതിലിട്ടിട്ട് കത്തിക്കാൻ വേണ്ടി അപ്പച്ചൻ തന്നിട്ടതാണ്. ഇത് വന്നിട്ട് കുന്തിരിക്കം വാങ്ങിയതാണ്. തുറന്നു കാണിച്ചാൽ അത് ഈ കുന്തിരിക്കത്തിന് വേറൊരു കാര്യമുണ്ട്. 2-3 കുന്തിരിക്കം വാങ്ങിയിട്ട് അപ്പം അതൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് പോയി വാങ്ങിയ കുന്തിരിക്കം കേട്ടത്. ഒരു കുന്തിരിക്കം. ഇത് വന്നിട്ട് ചിരട്ടക്കരി. ഇത് ഉറക്കണ്ടാല, ഇത് തുറന്നു കഴിഞ്ഞാൽ ആവും. പിന്നെ ഇത് മറ്റേ പൊതിമടൽ. ഇത് കണ്ടോ, പൊതിമടൽ. ഇത് വന്നിട്ട് ഉണ്ണിയപ്പച്ചട്ടി. പൊട്ടിക്കേണ്ട കാര്യമില്ല. ഇത് വന്നിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് വന്നിട്ട് കുഞ്ഞിക്കൊഴുവ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്കൊഴുവ. അത് പിന്നെ പെരുന്നാളിന് പോയപ്പോൾ വാങ്ങി നുറുക്ക്. പിന്നെ അലുവ. ഇത് 1 കിലോത്തോളം ഉണ്ട് കേട്ടോ അലുവ. പിന്നെ ഇത് ഫ്രണ്ടിൻ്റെ ഇവിടെ തന്നു വിടാനുള്ള കറിവേപ്പിലാണ്. ഇതിപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ഇത് എൻ്റെ ഇല്ല, ഫ്രണ്ടിൻ്റെ തന്നു വിട്ടതാണ്. ഇത് നെയ്യ് വാങ്ങിയത്. ഇത് അവലോസ് പൊടി. ഇത് വന്നിട്ട് തേങ്ങയിൽ ഒരു 10 തേങ്ങയോളം ഉണ്ടാവും. അത് ചിരണ്ടിയിട്ട് അത് ഉണക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, തേങ്ങയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ, അവിയൽ അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങ വേണമല്ലോ. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാൽ മതി. തൈരൊക്കെ ഉണ്ടാക്കാനും ഇതൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. നെയിൽ പോളിഷ്. പിന്നെ ചെറുള്ളിയുടെ ഭയങ്കര വില ആയതുകൊണ്ട് കൊണ്ടുണ്ട് ചെറുള്ളി. ഇത് വന്നിട്ട് കാന്താരിമുളക് ഉപ്പിലിട്ടത്. ഇത് ലുലുന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത്രത്തിന് വന്നത് 149 രൂപ കാന്താരി ഉപ്പിലിട്ടത്. പിന്നെ ഇത് കുക്കറിൽ ഇത് ഇടാനായിട്ട് അതിലേക്ക് ഉപ്പിലിട്ടത്. ഇതിലിപ്പോൾ വെള്ളമില്ല, വെള്ളം നമ്മൾ ഇനി ആഡ് ചെയ്യണം. ഉപ്പിലിട്ടത് അങ്ങനെ ടിന്നപ്പടുത്തുന്നില്ല. പിന്നെ വന്നിട്ട് കുക്കറുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ വെക്കണം. ബാക്കിയൊക്കെ എവിടെയും തപ്പിയെടുക്കണം, കോലും കുഴിയൊക്കെ. പിന്നെ ഒരു മാങ്ങ അതിൽ നിന്ന് പോയതാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഞാൻ നേരത്തെ എടുത്ത പായസമൊക്കെ ഇതിൻ്റെ ആയിരുന്നു കേട്ടോ. ഇതിനുള്ളിൽ ഞാൻ ചക്ക ഉണക്കിയതില്ലേ, അതായിട്ടിട്ടേക്കണം. തുറന്ന് കാണിക്കാം. വേണ്ട, ചക്ക ഉണക്കിയതാണിത്. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് ചക്ക കഴിക്കാം. ഇത് ഒരു ചവിട്ടി, അത്രേ ഉള്ളൂ. പിത്തിലൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയല്ലേ. ഇത് ഞാൻ ബ്രോഡ്വേന്ന് വാങ്ങിയതാണ്. കുക്കറിൻ്റെ പാതി സാധനം കിട്ടി, കാണാതെ പോയത് കുക്കറിൻ്റെ സാധനം കിട്ടി. ടാഞ്ചിന് ഭയങ്കര പെർഫ്യൂമാണ് ഗിഫ്റ്റ് ചെയ്യാൻ വാങ്ങിയത്. ഇത് വിത്തുകൾ, നമുക്കിവിടെ മുളപ്പിക്കാനുള്ള വിത്തുകൾ. ഇത് മരുന്നിൻ്റെ ബാലൻസ്. ഇതിന് വേറെ കുറച്ച് ഇത് പൊട്ട്. ഇത് അഗർബത്തികളാണ്. ഇതൊക്കെ അഗർബത്തി. കുറേ വാങ്ങിയിട്ട് പല ഫ്ലേവറിലുള്ളത് വാങ്ങി. ജാസ്മിൻ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, സൈക്കിളിൻ്റെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ പേര് അറിയാൻ പാടുള്ളതുണ്ട്. അങ്ങനെ ഇഷ്ടമാതിരി ഉണ്ട്. ഇതൊക്കെ അഗർബത്തികൾ. ഇതൊക്കെ ഡ്രസ്സുകളാണ്, വീട്ടിലിടുന്നതാണ്.
ഇത് ഏലക്കായ്, ഇത് ഏലക്കായകൾ, പിന്നെ ചായപ്പൊടികൾ. പിന്നെ നെല്ലിക്കുപ്പിലിട്ടതിൻ്റെ അടുത്തത് ഇത് കക്കറിച്ചയാണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെയോ ആണ്. അമ്മയുടെ കൃഷിത്തോട്ടത്തിലെ വഴുതനങ്ങ കേട്ടോ, പച്ചവഴുതനങ്ങ. ഇത് വന്നിട്ട് മാങ്ങാത്തൊലി ഉണക്കിയത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ, ഞങ്ങളല്ല, അനിയൻ്റെ പെണ്ണും കൂടെ വാങ്ങിത്ത നരവണ്ണയാണ്. അവർ തന്നെയാണ് നേരത്തെ എടുത്ത ആ ഒരു വിഗ്രഹവും വാങ്ങി തന്നത്. ഇത് വന്നിട്ട് ശർക്കരയാട്ടാ. ഇതിട്ട് എന്തോ ശർക്കരയാണ്, മറയൂരിലെ ശർക്കര അത്. ഇത് മറ്റേ ഇൻ്റർനാഷണൽ. ഇത് വന്നിട്ട് എന്തുവായിരുന്നു, ഇത് അമൃതം പൊടിയും കൊണ്ട് ഉണ്ടാക്കിയ അവലോസ് പൊടിയായിട്ട്. അതൊക്കെ നല്ല ടേസ്റ്റായിട്ട് അമൃതം പൊടിയും കൊണ്ട് അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇത് അനിയൻ്റെ വൈഫിൻ്റെ അമ്മ ഉണ്ടാക്കി തന്നതാണ്. ഇത് വന്നിട്ട് ശർക്കര തന്നെ, മറയൂരാണല്ലോ, പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിയ ശർക്കര എങ്ങാണ്ട. നമ്മുടെ നാട്ടിലാണ് ഫുള്ള് ഏലക്കായ ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ജാതി ഉണ്ട്, കറുകപ്പട്ട, പിന്നെ ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. പിന്നെ മറ്റേ ഇതിൻ്റെ പേര് എനിക്കറിയാൻ മറന്നുപോയി. കുരുമുളക്, പിന്നെ ഈച്ച് പോലിരിക്കുന്ന ഒരു കുഞ്ഞു സാധനം, പിന്നെ ഇഞ്ചിയിലുള്ള ഇഞ്ചി ഉണങ്ങിയത്, ജീരകം, പെരുംജീരകം, മറ്റേ ഇല, കറുകപ്പട്ടയുടെ. പിന്നെ ഇത് ചേന ഇവിടെ കിട്ടാത്തൊരു സംഭവമാണ്. ഞാൻ എപ്പോൾ പോയാലും എനിക്കിവിടെ കിട്ടാറില്ല ഇത് ചേന. അതുകൊണ്ട് ഞാൻ കയ്യോടുകൂടി വാങ്ങിയൊരു ചേനയായിട്ട്. വേണ്ട, ചീത്തയിരിക്കണം പോലെ ഇരിക്കുന്നുണ്ട്. എവിടെയൊക്കെ ചീത്തയിരുന്നാല് ചീത്തായതാ, പാതി ചീത്തായതാ. അപ്പോൾ കണ്ടിച്ച് ഇനി ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. ഇത് വെളിച്ചെണ്ണയാട്ടോ. ഇത് തണുത്തിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ ഇവിടെ തണുപ്പില്ലാന്ന് അർത്ഥം. വെളിച്ചെണ്ണ ഒറിജിനലിനെന്ന് ആർക്കറിയാം, ഇവിടെ തണുപ്പാ. പ്യൂർ കോക്കനട്ട് ഓയിൽ. ഇത് വിനാഗിരി. നമ്മുടെ നാട്ടിലെ ആ ഒരു ഫ്ലേവറിലെ വിനാഗിരി കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ്, അതുകൊണ്ട് ഇത് വിനാഗിരി. പിന്നെ ഇത് ദോശക്കല്ല്. കല്ലൊന്നല്ല, ദോശ ഉണ്ടാക്കുന്ന സംഭവം, കല്ലല്ല, നോൺ സ്റ്റിക്കിൻ്റെ. ഇത് ഫുള്ള് പൊടികളാണ്. ഇതൊക്കെ അപ്പച്ചൻ പൊടി സ്ഥലത്ത് പോയി പൊടിപ്പിച്ച, അതായത് അവിടെ ഭയങ്കര ഇതായിട്ടുള്ള നല്ല പൊടി കിട്ടുന്ന സ്ഥലത്ത് പോയി വാങ്ങിയത്. ഗരം മസാലപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇത് ലൂബിക്ക് ഉപ്പിലിട്ടത് കേട്ടോ. ഇത് വീട്ടിലുണ്ടായി ലൂബിക്കാണ്ട് അമ്മച്ചി തന്നിട്ടതാണ്. ലീക്കായിട്ടുണ്ട്, വെള്ളം കളഞ്ഞിട്ടും ലീക്കായിട്ടുണ്ട്. വേണ്ടോ ലൂബിക്ക? ഇത് പൊടികളുടെ തന്നെ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ അല്ലാത്ത പിരിയൻ മുളക് പൊടി. ഇതൊക്കെ അപ്പവും അനിയനും അപ്പച്ചനൊക്കെ ഒന്ന് നന്നായിട്ട് പാക്ക് ചെയ്താട്ടോ അടക്കടക്കി വെച്ചേക്കണം. രസം നോക്കി കാണാനായിട്ട്. ഇത് വന്നിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയതാ, അനിയൻ്റെ പെണ്ണ് പാക്ക് ചെയ്തതാട്ടെ. ഇത് വേണ്ട, ഇത് 2000 രൂപയോളം വന്നായിരുന്നു ഈ സാധനത്തിന്. ഇത് അപ്പച്ചൻ പാക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സാധനം പോയിട്ടില്ല. കോണ്ടാക്ട് ലെൻസ് ഞാൻ വെച്ചതുകൊണ്ട് അത് പോയി. ഇത് കണ്ട ആന കൊമ്പ് വേറെ സ്ഥലത്ത് അപ്പച്ചൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ ഈ കൊമ്പ് നോക്കിയെടുക്കണം നമ്മൾ, കൊമ്പിൻ്റെ ഹോള്. നല്ല രസമുള്ളത് കാണാനായിട്ട്. കൊമ്പ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വീട്ടിലുണ്ടായ നാടൻ അച്ചിങ്ങയാണ്. ഒടിച്ച അമ്മച്ചി തന്നിട്ടിട്ടുണ്ട്. നാടനച്ചിങ്ങല്ല, നാടനച്ചിങ്ങ എന്ന് വെച്ചാൽ കുറ്റിപ്പയറില്ല, നമ്മുടെ കുറ്റിപ്പയർ. അത് അനിയൻ എനിക്ക് വാങ്ങുന്ന പിസ്ത. ഇത് വന്നിട്ട് മുളക് പൊടി, അതിൻ്റെ ആ ബാലൻസ്, ഗരം മസാല, പിന്നെ ഒരു എന്താ പറയുക ചായപ്പൊടിയും കൂടി ഉണ്ട്. ഇത് വന്നിട്ട് ഫ്രീസറിൽ ഇപ്പം തന്നെ കയറ്റാനുള്ള സംഭവമാണ്. മുരിങ്ങക്കായ് അപ്പച്ചൻ വാങ്ങിക്കുന്നതാണ്. ശർക്കരയുടെ പൊടി, അത് ഞങ്ങൾ മറയൂരിൽ നിന്ന് വാങ്ങിയതാണ്. മുളക് പൊടിയുടെ മുളക് പൊടി, പിരിമുളക് പൊടിയുടെ. ഇത് വന്നിട്ട് അമ്മ തന്ന വാളംപുളി കേട്ടോ. ഈ ഒരു സെക്ഷൻ വന്നിട്ട് കുരുമുളക് പൊടി, കൊടംപുളി കുറച്ച്, ചായപ്പൊടി, ഗ്രീൻ ടീയുടെ അതൊക്കെ. ഇത് വീണ്ടും നമ്മുടെ മറയൂർ ശർക്കര. പിന്നെ ഗ്രോ ബാഗുകളുണ്ട്. ഇത്രയും വാങ്ങിയായിരുന്നു ഗ്രോ ബാഗ്. അടുത്ത സെക്ഷനാണ്. ഇതൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ഇതിൽ നമ്മുടെ എള്ളുണ്ട ഒന്ന്, അഗർബത്തി, അഗർബത്തി, പിന്നെ മറ്റേ ഇതിനകത്ത് പിന്നെ ഇടയ്ക്ക് ഗ്രോ ബാഗ്, നാരങ്ങ, അച്ചാറിടാനാണ് ഇപ്പം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി കൊണ്ടുവരും. ഇത് ബ്രഷ്,
കോവക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഫാബ്രിക് പെയിൻറ്റ്, കൂർക്ക 1.5 കിലോന് മേലുണ്ടായിരുന്നു കൂർക്ക. നല്ല എണ്ണ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇത് അച്ചാർ, കക്കയുടെ അച്ചാർ, പിന്നെ ഇത് വന്നിട്ട് സാമ്പാർ പൊടികളും, പിന്നെ അട്ടാണി ബിരിയാണിയുടെ ഇത്, അങ്ങനെ കേക്ക് അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് വന്ന് ബൂസ്റ്റ്, ഇത് വന്നിട്ട് പൊടി, ഇഡ്ഡലി പൊടി, പിന്നെ ടാങ്ങിൻ്റെ പൊടി, ഇഡ്ഡലിപ്പൊടി, ദോശപ്പൊടി, ഇതെന്തിട്ടാണാവോ, മസ്കാര ചേച്ചി വാങ്ങിക്കുന്നത്, പിന്നെ ഫ്രീ ആയ ഷുഗർ, പിന്നെ വെള്ളയപ്പപ്പൊടി, ഇതൊക്കെ പൊടികളാട്ടോ. പുട്ടുപൊടി, അവൽ, റാഗിപ്പൊടി, പുട്ടുപൊടി, ഈസി പാലപ്പം, ഇൻസ്റ്റൻറ്റ് പാലപ്പം മിക്സ്, പിന്നെ ഹിമാലയയുടെ ഒരു സോപ്പ്, സെക്ഷൻ ഫുള്ള് പൊടികളാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാക്കിങ്. അങ്ങനെ പാക്കിങ് കഴിഞ്ഞു. പാക്കിങ് ചെയ്ത സംഭവങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഓക്കെ എന്നാൽ.